മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വന്നു കയറിയിട്ട് ഒരു ചായ പോലും കുടിച്ചില്ല. എന്നാ എന്താ പറ്റിയെന്നെങ്കിലും പറ. വേണ്ട, പറയാൻ വയ്യെങ്കിൽ പറയണ്ട. വാ, ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട. അതെന്താ, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. എന്നാ പിന്നെ വന്ന് കഴിക്കേട്ടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ഒന്നും പോയി തരുവോ? ആഹാ, ഇതെന്താ ഇങ്ങനെ? ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നേ? നീ ഇന്നലെ നാക്കെടുത്ത് വളച്ചില്ലേ, അത് അറം പറ്റി. ഞാനോ? ഞാനെന്ത് പറഞ്ഞെന്നാ? നീ പറഞ്ഞില്ലേ ആദർശ് തിരിച്ചു വന്ന മാധവി ചേച്ചി അവനെ കമ്പനിയുടെ MD ആക്കുമെന്ന്. MD ആക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. MD ആക്കുമോന്ന് ഞാൻ ചേട്ടനോട് ചോദിക്കുകയായിരുന്നു. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരമായി. ഏതമ്മയാണല്ലോ അങ്ങനെയല്ലേ ചെയ്യുക. ആ അർത്ഥത്തില്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞത് ആദർശ് ഇവിടെ നിൽക്കില്ലാന്ന്? ഞാൻ അങ്ങനെയാ വിചാരിച്ചിരുന്നത്. ഇവൻ ഇപ്പൊ തിരിച്ചു വന്ന് ഇങ്ങനൊരു ചെയ്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ആ, സാരമില്ല, പോട്ടെ. MD എന്നൊരു പേരില്ലെന്നല്ലേ ഉള്ളൂ. എത്രയൊക്കെയായാലും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ചേട്ടൻ തന്നെയല്ലേ. അതൊക്കെ അവൻ ഇവിടെ വന്ന് സ്ഥാനം ഏറ്റു കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. അതിപ്പോ എങ്ങനെയായാലും കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോ ശമ്പളത്തിനൊന്നും കുറവ് വരുന്നില്ലല്ലോ. നമുക്കും നമ്മുടെ മക്കൾക്ക് സുഖമായി ജീവിക്കാനുള്ളത് കിട്ടുന്നുമുണ്ട്. പിന്നെ ഇത്രയും നാൾ സമ്പാദിച്ചതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഇല്ലേ. ചേട്ടന് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതുപോരെ. പിന്നെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാൻ കണ്ട സ്വപ്നം അതെനിക്ക് കിട്ടണം. പുതിയൊരു കമ്പനിക്കൊന്നും ദേവ ബിൽഡേഴ്സിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചേട്ടൻ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം സാധിക്കണമെന്നില്ലാന്ന്. ഇതിപ്പോ അങ്ങനെയാണെന്ന് കരുതി വിട്ടുകളഞ്ഞാ പോരെ? എടി, ഞാനത് പറഞ്ഞത് നമ്മളുടെ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് കാണുന്ന സ്വപ്നത്തെ പറ്റിയാ. അതുപോലല്ല ഇത്. ഇതെന്റെ ജീവിതാഭിലാഷമാ. ഇതെനിക്ക് അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. മാധവി ചേച്ചി ആദർശിനെ MD ആക്കാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ശ്യാമയില. ആദർശി ശ്യാമയെ വിവാഹം കഴിച്ചാൽ കമ്പനി എനിക്ക് സ്വന്തമാക്കാം. കമ്പനി മാത്രമല്ല, മാധവി ചേച്ചിയുടെ സ്വത്തുക്കളും ആ വഴിക്ക് നമ്മുടെ കയ്യിലെത്തും. അല്ല, നീ ഇതേപ്പറ്റി അവളോട് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? ഇല്ല. ശ്യാമ മോൾ എവിടെ? ശ്യാമയും ശിവാനും കഴിക്കാൻ റെഡിയായി വന്നിരിപ്പുണ്ട്. ചേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുക. എങ്കിൽ നിങ്ങൾ കഴിച്ചോ, എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞു മതി. അപ്പൊ ശ്യാമയോട് സംസാരിക്കണ്ടേ? ഇപ്പൊ സംസാരിക്കണ്ട, ഇപ്പൊ ശരിയാവില്ല. എന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുക. അതൊന്ന് ശാന്തമാവട്ടെ. നാളെ ഞാൻ മോളോട് സംസാരിച്ചോളാം. നീ ചെല്ല്. ഹരിയേട്ടാ, ദാ വെള്ളം. സൂരജ് വന്നില്ലേ ബീനെ? ഇല്ല. ഞാനെത്തി. എന്നെ കണ്ടിട്ട് അത്യാവശ്യമുള്ള കാര്യം എന്തെങ്കിലും ഹരിയേച്ചന് പറയാനുണ്ടായിരുന്നു? ഇല്ല, രാത്രിയായിട്ടും സൂരജ് എത്തിയില്ലെന്നറിയാൻ ചോദിച്ചതാ. നീ കുളിച്ചിട്ട് വാ, ഭക്ഷണം കഴിക്കാം. കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു പോയി. സൂരജ്, നീ കുടിച്ചിട്ടുണ്ടോ? കുടിക്കാനോ? എന്തു കുടിക്കാൻ? സൂരജ് മദ്യപിച്ചിട്ടുണ്ട്. ഇവിടെ വരെ അതിന്റെ സ്മെൽ അടിക്കുന്നുണ്ട്. ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 പെഗ് അടിച്ചു. അതിനിപ്പോ എന്താ?
ഇതിനിപ്പോ എന്താന്നോ? നിന്റെ മുത്തശ്ശൻ ഒരാളുണ്ടായിരുന്നു, ഒരു മുഴുക്കുടിയൻ. കുടിച്ചു കുടിച്ച് കുടുംബം നശിപ്പിച്ച മനുഷ്യൻ. ആ എനിക്കറിയാം. മുത്തശ്ശനെ ഞാനൊന്ന് കണ്ടിരുന്നു. ഒരു പൈൻറ്റിനുള്ള കാശ് എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടാ മുത്തശ്ശൻ പോയത്. എടാ, ഇത്രയൊക്കെ കണ്ടിട്ട് നിനക്ക് മതിയാവുന്നില്ലേ സൂരജേ? പിന്നെ നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ സൂരജിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന്. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കാന്ന് പറഞ്ഞതല്ലേ. പക്ഷേ എനിക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. അത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ എന്നെ ഭരിക്കാൻ വരരുത്. ഡാ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? കുടിച്ചിട്ട് വന്നിട്ട് വെളിവില്ലാത്ത രീതി വല്ലതും സംസാരിച്ചാ എന്റെ ഈ കയ്യിന്ന് മേടിക്കും. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നിന്നെ തെറ്റും ശരി ഞാൻ പഠിപ്പിച്ചാരാടാ. ബീനമ്മേ, വെറുതെ ഈ സമയത്ത് വഴക്കുണ്ടാക്കല്ലേ. സൂരജിനെ കൊണ്ട് മുറിയിലാക്ക്. ഒന്ന് കുളിച്ചു കഴിയുമ്പോ ശരിയാവും. ഇവിടെ വരെ തനിയെ വരെ അറിയാമെങ്കിലേ എന്റെ റൂമിലോട്ട് പോകാൻ എനിക്കറിയാം. അതിനാരുടെയും സഹായം എനിക്ക് വേണ്ട. ബീനെ, ഇവനെ മുറിയിലേക്ക് കൊണ്ടുപോ. വാടാ ഇങ്ങോട്ട്. അമ്മ എന്തിനാ എന്നെ പിടിക്കുന്നത്? അമ്മ ചെയ്യേണ്ട കാലത്ത് ഒന്നും ചെയ്തില്ലല്ലോ. അതാ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. ഞാൻ എന്താടാ ചെയ്യാതിരുന്നത്? മുത്തശ്ശനെ നോക്കേണ്ടത് അമ്മയുടെ കടമയായിരുന്നില്ലേ? അമ്മ അത് ചെയ്തിരുന്നോ? എൻ്റെ അച്ഛൻ മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ ആ മുത്തശ്ശനെ അമ്മ നോക്കേണ്ടതല്ലായിരുന്നു. ആ സമയത്ത് അമ്മ എൻ്റെ പേരും പറഞ്ഞ് ഒരാളെ കല്യാണം കഴിച്ച് അമ്മയുടെ കാര്യം സേഫാക്കി. ഇപ്പൊ എനിക്കൊരു സഹായത്തിന് ആരുമില്ല. എനിക്കൊരു ജോലി വാങ്ങാനോ ജീവിതമാർഗം ഉണ്ടാക്കാനോ ആരുമില്ല. ഇതിനെല്ലാം ഉള്ള മറുപടി ഞാൻ നേരം വെളുക്കുമ്പോ നിനക്ക് തരാം. ഇങ്ങോട്ട് നടക്കടാ, നടക്കും അങ്ങോട്ട്. ശ്യാമ ടീച്ചറെ, എന്താ പരിപാടി? ഓ, ഞാൻ വെറുതെ. സമയം പോണ്ടേ ശിവാനി? അല്ല, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്. ഇത്ര നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ റെഡിയാ. കുറച്ചു നേരം ടീച്ചറിനോട് കത്തി വെച്ചിട്ട് പോവാന്ന് കരുതി. അല്ല, ഇതെന്താ മലയാളം ടീച്ചർ ഇംഗ്ലീഷ് നോവലൊക്കെ ആയിട്ട്? നിന്റെ കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഒരു മലയാളം ടീച്ചറാകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യം. എന്ന് കരുതി ഒരു കുട്ടിക്ക് ട്യൂഷൻ പോലും എടുക്കാത്ത എന്നെ ഇങ്ങനെ ടീച്ചറെ എന്ന് വിളിക്കുന്നത് കഷ്ടല്ലേ? ഞാൻ വെറുതെ എന്റെ ചേച്ചിക്കുട്ടി ചൊടിപ്പിക്കാൻ വിളിക്കുന്നതല്ലേ. അതിനിത്ര ഫീൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ MA മലയാളം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇംഗ്ലീഷ് നോവലും വായിച്ചിരുന്നാ ആരും വിളിച്ച് ടീച്ചറാക്കത്തൊന്നുമില്ല. ഒന്നെങ്കിൽ വീട് എഴുതിയെടുക്കണം, ഇല്ലെങ്കിൽ ഒരു PhD ഒക്കെ എടുത്ത് കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കയറണം. ഇതിനൊന്നിനും അച്ഛൻ സമ്മതിക്കില്ലല്ലോ. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ സോപ്പിട്ട് സാധിപ്പിച്ചെടുക്കണം. അല്ലാതെ ഇങ്ങനെ ആഗ്രഹം മനസ്സിലിട്ടിരുന്നാ കുറച്ചു കഴിയുമ്പോ ഫ്രസ്ട്രേഷൻ തുടങ്ങും. മോളെ, എന്താ? എനിക്ക് ശ്യാമോളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അച്ഛാ? ആ ശിവാനി, നീ വേഗം പോകാൻ നോക്ക്. എന്താ അച്ഛാ? അതെ, വേറൊന്നുമല്ല മോളെ. മോടെ പഠിപ്പൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ സമയമായെന്ന് തോന്നുന്നു. അതേക്കുറിച്ച് പറയാനാ ഞാൻ വന്നത്. അച്ഛാ, എനിക്ക് കുറച്ചുകൂടി പഠിക്കണമെന്നുണ്ട്. നീ PG കഴിഞ്ഞില്ലേ മോളെ? ഇനി എന്ത് പഠിക്കാനാ? ടീച്ചിങ് പ്രൊഫഷനാക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അച്ഛാ. അതിന് കുറച്ചുകൂടി പഠിക്കണം. അതെന്തിനാ അങ്ങനെ ഒരു പ്രൊഫഷൻ? അതുകൊണ്ട് എന്താ പ്രയോജനം? അതൊന്നും വേണ്ട. മോൾ അച്ഛൻ പറയുന്നത് കേക്ക്. എന്താ അച്ഛന് പറയാനുള്ളത്? അത് നമ്മുടെ മാധവി ചേച്ചിയുടെ മകൻ ആദർശിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാനാ അച്ഛന്റെ ആഗ്രഹം. മോക്ക് സന്തോഷമായില്ലേ? അച്ഛാ, അത് നീ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആദർശ് നിന്റെ മുറച്ചെറുക്കനായതുകൊണ്ടും നിങ്ങൾ തമ്മിൽ കുട്ടിക്കാലം മുതലേ അറിയാവുന്നതുകൊണ്ടും പരിചയക്കുറവിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. മോഡയിൽ ആദർശിന്റെ ഫോൺ നമ്പർ ഇല്ലേ? ഉണ്ട്. അല്ല, അവൻ വിളിക്കാറുണ്ടോ? ഇല്ല. അത് സാരമില്ല. നീ വേണമെങ്കിൽ അങ്ങോട്ട് വിളിച്ചോ, ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയച്ചോ.
പിന്നെ ചാടിക്കേറി അങ്ങോട്ട് കല്യാണത്തിന്റെ കാര്യമൊന്നും പറയണ്ട. മാധവി ചേച്ചിയോട് ഞാനത് പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് നടന്നാല് നമ്മുടെ ഭാഗ്യവാ. ആദർശാണ് ഇനി കമ്പനിയുടെ MD. ദേവ ബിൽഡേഴ്സ് ഇനി അവന്റെ സ്വന്തമാ. മാധവി ചേച്ചിയുടെ സ്വത്തുക്കളും അവനുള്ളതാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അതെല്ലാം നിന്റേത് കൂടെ ആവും. എന്ന് വെച്ചാല് നമ്മുടേതാവും. കമ്പനിയും സ്വത്തുക്കളും എല്ലാം നമ്മുടേതായിട്ട് അച്ഛൻ അതെല്ലാം ഒന്ന് അടക്കി ഭരിക്കണം. അതച്ഛൻ്റെ ഒരു സ്വപ്നവാ. എന്റെ പൊന്നുമോള് വേണം അച്ഛനത് സാധിച്ചു തരാൻ. ഇനി എന്റെ ഏക പ്രതീക്ഷ നീയാ. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള പ്രായമൊക്കെ എന്റെ മോക്കായി. ഇനി മോളുടെ മനസ്സില് നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് ആദർശാണ് ഉണ്ടാവേണ്ടത്. അവൻ ഉടനെ നാട്ടിലെത്തും. ബാക്കിയൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് സംസാരിക്കാം. ശരി മോളെ, അച്ഛൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ. ഈ ആലോചന മോക്ക് ഇഷ്ടമായ കാര്യം ഞാൻ ലളിതയോട് പറയട്ടെ. ചേച്ചിക്കുട്ടി, അച്ഛൻ തന്നെ പറഞ്ഞു വിട്ടിട്ട് ഇത്ര കാര്യമായ രഹസ്യം പറഞ്ഞത്? കല്യാണക്കാര്യം. എന്റെ ചേച്ചിക്കുട്ടിക്ക് കല്യാണ ആലോചന തുടങ്ങിയോ? എല്ലാം പെട്ടെന്നാണല്ലോ. മനസ്സിൽ വല്ല സാറുമാരും കൂടുകൂട്ടിയിട്ടുണ്ടോ? ഒന്ന് പോവണേ. മനുഷ്യനിവിടെ ടെൻഷനായിട്ട് പാടില്ല. അപ്പോഴാ അവളുടെ ഒരു കുട്ടിക്കളി. ഇനിയിപ്പോ ഇത്ര ടെൻഷൻ എന്തിനാ? ചേച്ചിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നു, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. എനിക്കിനി PG ഒന്നും ചെയ്യാൻ വയ്യ. എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറയാം. കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം കെട്ടിയനം കൊണ്ട് ഈ ലോകം മുഴുവൻ കറങ്ങി നടക്കാൻ. അതെ, നീ BSc മാത്സ് ഫൈനൽ ഇയറാ. ലാസ്റ്റ് സെമിസ്റ്റർ എക്സാം തുടങ്ങാറായി. മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതിക്കോണം. അച്ഛൻ കല്യാണം ആലോചിച്ചതേ എനിക്കാ, നിനക്കല്ല. അതുകൊണ്ട് ഇപ്പൊ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണാൻ തുടങ്ങണ്ട. ഓ, ഉള്ളിലെ ടീച്ചർ തലപോക്കി തുടങ്ങി. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. എനിക്ക് കോളേജിൽ പോവാൻ സമയമായി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവാം. തിരിച്ചു വരുമ്പോ അച്ഛൻ പറഞ്ഞ ഡീറ്റെയിൽ വേർഷൻ എനിക്ക് പറഞ്ഞു തരണം, കേട്ടല്ലോ? ഭഗവാനെ, അച്ഛൻ ഇന്നലെ ഒത്തിരി വിഷമിച്ച് ഉറങ്ങാൻ കിടന്നത്. അതിന് കാരണം സൂരജിന്റെ പ്രവൃത്തികളാ. അച്ഛന്റെ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല കൃഷ്ണ. സൂരജിനെ ഒരുപാട് സ്നേഹിച്ച് സംരക്ഷിക്കാൻ നോക്കുന്നതുകൊണ്ടാ അച്ഛന് സൂരജിന് ഇഷ്ടപ്പെടാത്ത പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ സൂരജിന് പറ്റുന്നില്ല. പലപ്പോഴും അത് ബീനാമിക്ക് മനസ്സിലാവുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. സൂരജിന് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാവും ഓരോ ദിവസവും തെറ്റുകൾ ആവർത്തിക്കുന്നത്. വീട്ടിലെ ഒരാളുടെ പ്രവൃത്തി മതിയല്ലോ ആ വീടിന്റെ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടാൻ. സൂരജിന് നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ. കൃഷ്ണ. സൂരജ്, എന്താ ഇന്നലെ എന്താ സംഭവിച്ചത്? സൂരജ് ഇങ്ങനെയൊന്നും വീട്ടിലേക്ക് വരാറില്ലല്ലോ. മദ്യപിച്ച് വീട്ടിലേക്ക് വന്നാ അത് കാണുമ്പോ അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിക്കുമെന്ന് അറിയില്ലേ? ഞാൻ കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലൊന്നും അല്ലല്ലോ വന്നത്. എന്താണ് പറഞ്ഞതെന്നും എന്താണ് ചെയ്തതെന്നും എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ ചിലപ്പോ 2 പെഗൊക്കെ കഴിച്ചെന്നിരിക്കും. അതൊന്നും ഇക്കാലത്ത് വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഇതൊക്കെ മദ്യപിക്കാനായിട്ട് പലരും പറയുന്ന കാരണങ്ങൾ മാത്രം. നീ രാവിലെ തന്നെ എന്നെ ഉപദേശിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? ഈ വീട്ടിൽ എവിടെ തിരിഞ്ഞാൽ ഉപദേശവും എന്നെ നന്നാക്കലും മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ആർക്കും ഒരു ജോലിയില്ലേ? സൂരജേ, ഈ വീട്ടിൽ ഒരാൾ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാ ബാക്കിയുള്ളവർ അസ്വസ്ഥരാവില്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരും സൂരജിനോട് അങ്ങനെ പറയുന്നേ?
അപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടെ നമ്മുടെ കയ്യിൽ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാ എല്ലാവരും ഉപദേശിക്കാൻ വരുന്നേന്ന്? അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടി എന്നെ ഉപദേശിച്ച് നന്നാക്കണ്ട. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അതിനി മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരെയും വേണ്ട. സൂരജ്, ഞാൻ ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ഞാൻ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞാണോ? മീരെ, നീ വളരെ നല്ല ആളാണെന്ന് നിനക്കൊരു ധാരണയുണ്ട്. അങ്ങനെ ഒരു പേര് നീ മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നീ എപ്പോഴും എന്റെ കൃഷ്ണ എന്റെ കൃഷ്ണ എന്ന് മുത്തശ്ശിമാരെ പോലെ വിളിച്ചു നടക്കുന്ന ഭക്തയാണെന്നും പഠിക്കാനായാലും ജോലിക്കായാലും മറ്റുള്ളവരോട് ഇടപെടാനായാലും മിടിക്കുകയാണെന്നാ എല്ലാവരും കരുതിയിരിക്കുന്നത്. നിന്നെ പോലെയുള്ളവരുടെയൊക്കെ തനി നിറം എന്താണെന്ന് ഒരു ദിവസം എല്ലാവരും അറിയും. ആരും അറിയാതെ പുറത്തൊക്കെ പോയി നീയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് വീട്ടിലിരിക്കുന്നവർ എങ്ങനെ അറിയാനാ? ഒന്നും അറിയാത്ത പോലെ നീ എന്നെ നോക്കണ്ട. നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം കണ്ടുപിടിക്കുന്നുണ്ട്. അന്ന് എന്നെ ഉപദേശിച്ചവരെല്ലാം മണ്ടന്മാരാവും. നീ ചിരിക്കൊന്നും വേണ്ട. ഇത് നിന്നെ പിടിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ള അഹങ്കാരത്തിന്റെ ചിരിയല്ലേ? അതിനി അധികകാലമൊന്നും ഉണ്ടാവില്ല. എനിക്കൊരു അവസരം ഉണ്ടാവും, നീ നോക്കിയോ. സൂരജ്, എന്റെ കുറ്റം എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ തെറ്റുകൾ എത്ര വേണമെങ്കിലും കണ്ടുപിടിച്ചോളൂ. പക്ഷെ ഒരു അപേക്ഷ എനിക്കുള്ളൂ, അച്ഛനെയും ബീനാമയെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും സൂരജിന് ചെയ്യരുത്. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ അവരെന്തിനാ സങ്കടപ്പെടുന്നത്? അതെന്റെ കുറ്റമല്ലല്ലോ. അവർക്ക് സൂരജിനോട് സ്നേഹം ഉള്ളതുകൊണ്ടും സൂരജിന്റെ ഭാവിയിൽ അവർക്ക് ആശങ്ക ഉള്ളതുകൊണ്ടാ അവർ സങ്കടപ്പെടുന്നത്. അല്ലാതെ അത് മനസ്സിലാക്കാൻ സൂരജിന് സാധിക്കുന്നില്ലെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. നീ ഒന്നും പറയാതിരുന്ന എനിക്കത് വലിയ ഉപകാരമായിരുന്നു. എനിക്കൊരു ജോലി നിന്റെ കമ്പനിയിൽ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് നിനക്കതിന് വയ്യല്ലോ. ഞാൻ അവിടെ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ ആ കമ്പനിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കയറാൻ പറ്റില്ല. നിനക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പം, സഹായിക്കാനാ ബുദ്ധിമുട്ട്. സൂരജ്, അത് ഞാൻ വേണ്ട, നീ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. രാവിലെ തന്നെ എന്റെ സമനില കളയാൻ മനുഷ്യന്റെ സമയം മെനക്കെടുത്തിന് ഓരോന്ന് ഇറങ്ങിക്കോളൂ. വാ വാ. അയ്യോ, ഇത് എന്ത് പറ്റി രണ്ടുപേരും രാവിലെ തന്നെ? എന്റെ അനിയൻ കമ്പനിയുടെ MD ആയിട്ട് ചാർജ് എടുക്കാൻ പോവല്ലേ അമ്മേ. അപ്പോ ഞാനൊന്ന് ഇവിടം വരെ വരികയെങ്കിലും ചെയ്യണ്ടേ അമ്മേ? ആഹാ, അതായിരുന്നോ? ആ, വാ ഇരിക്കും മോനെ. ഞാൻ ആദർശനോട് ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അവനൊന്ന് സമ്മതിക്കണ്ടേ? ഇപ്പോഴെന്തോ ഇനി ഞാൻ പറയുന്നതൊക്കെ കേട്ട് ഇവിടെ നിൽക്കാന്ന് അവൻ പറഞ്ഞു. ഇത്രയും നാള് നോർത്ത് ഇന്ത്യയിലും വിദേശത്തൊക്കെയായി യാത്രയിലായിരുന്നില്ലേ? ഇനി നാട്ടിൽ നിൽക്കുന്നതാവും നല്ലതെന്ന് തോന്നിക്കാണും. അതിപ്പോ എന്തായാലും അവൻ അങ്ങനെ ഒരു തോന്നലുണ്ടായതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയാ. ഇനി എന്റെ മോൻ എന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ആദർശിനി ഇവിടെ ഉള്ള സ്ഥിതിക്ക് നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ വിഘ്നേഷായിട്ട് നോക്കിയാലോ അമ്മേ? കുറച്ചുനാള് ഞങ്ങള് വേണമെങ്കിൽ അവിടെ പോയി നിക്കാം. വിഘ്നേഷേ, ഇത് നിന്റെ അഭിപ്രായമാണോ? മോനെ, ഇത് ഇവളുടെ അഭിപ്രായല്ലേ? എന്റെ അഭിപ്രായം അമ്മേ. ആ, അതങ്ങനെ വരാനേ വഴിയുള്ളൂ. അതെന്താ അമ്മേ? നിനക്ക് അവിടെയൊക്കെ കറങ്ങി നടക്കാൻ നീ ഒരു കാരണം ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയില്ലേ. കമ്പനി നോക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ നിന്നെ ഞാൻ എത്രയോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതാ. അതിലൊരെണ്ണം പോലും നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം നിനക്കതിനൊന്നും ഒരു താല്പര്യവും ഇല്ല. വിഘ്നേഷ് ഇപ്പോ ഇവിടുത്തെ ഒരു പ്രോജക്റ്റ് നോക്കുന്നത് തന്നെ എന്റെ നിർബന്ധം കൊണ്ടും കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടുമാണ്. വിഘ്നേഷിന് താല്പര്യം ബോഡി ബിൽഡിംഗ് ആണ്. അതിന്റെ മത്സരങ്ങൾക്ക് പോകാൻ നീ സമ്മതിക്കാത്തത് കൊണ്ടാ ഈ പാവം ജിമ്മുകൾ നടത്തി ആഗ്രഹം സാധിക്കുന്നത്. വിഘ്നേഷ് ട്രെയിനിങ് കൊടുത്ത ആളല്ലേ കഴിഞ്ഞ തവണ മിസ്റ്റർ കേരളയായത്? കഷ്ടാമോളെ നിന്റെ കാര്യം. വിഘ്നേഷ് അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് വെച്ചാ എന്താ നിനക്ക്? ബോഡി ബിൽഡിംഗ് ഒരു മോശം കാര്യമൊന്നും അല്ലല്ലോ. എത്രയധികം അർപ്പണബോധവും അച്ചടക്കവും കഷ്ടപ്പാടും അതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ ഞാൻ പല രീതിയിൽ അഭിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാമേ. എന്നാലും
കോമ്പറ്റീഷന് പോവാൻ ഇവള് സമ്മതിക്കില്ല. വിഘ്നേഷ് ചേട്ടൻ ജിമ്മ് നടത്തുന്നതിനോ വർക്കൗട്ട് ചെയ്യുന്നതിനോ ഒന്നിനും ഞാൻ എതിരല്ല. ഓ. പക്ഷേ ഒരു പ്രദർശന വസ്തുവായി സ്റ്റേജിൽ കയറി നിന്ന് ബോഡി ഷോ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഞാനത് സമ്മതിക്കില്ല. ആ. ഉം. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പോയിക്കോട്ടെ. ഒരാളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും തടഞ്ഞു വെക്കുന്നത് വലിയ തെറ്റാണ് മോളെ. ഇത് നിന്റെ ചീപ്പ് പൊസസീവ്നെസ് ആണ്. ആയിക്കോട്ടെ, ഞാൻ ഇത്തിരി ചീപ്പാണ്. വിഘ്നേഷ് ചേട്ടൻ എന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവ് എന്റെ മാത്രമായിട്ട് ഇരുന്നാ മതി. നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മ പ്ലീസ്, നമുക്കിത് വിടാം. ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ പരിപാടിയൊന്നും നടക്കില്ല അല്ലേ? അത് വേണ്ട. നോർത്ത് ഇന്ത്യയിലെ പ്രോജക്റ്റ് ഒക്കെ ഇവിടെ ഇരുന്ന് മാനേജ് ചെയ്യാവുന്ന ടെക്നോളജിയൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇനിയുള്ള കാലം എന്റെ മോനും മോളും മരുമക്കളും എല്ലാം എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അല്ലാതെ ആദർശ് ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ നോക്കണ്ട. അപ്പോ അത് നടക്കില്ല. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്ക, ഞാൻ ആന്റിയെ കണ്ടിട്ട് വരാം. ആ അല്ല, ആദർശ് എപ്പോ എത്തുമേ?